ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബയോളജിയിലെ രോഗകാരികൾ എന്ന പോർഷനാണ്. 25 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാംക്രമിക രോഗം ഏതാണ്? സാംക്രമിക രോഗം എന്താണ്? സാംക്രമിക രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും? ക്യാൻസർ പകരുന്ന രോഗമാണോ? അല്ല. ഹൃദയാഘാതം പകരുമോ? ഇല്ല. പൊണ്ണത്തടി എന്താണ്? അതും പകരില്ല. പക്ഷേ ക്ഷയരോഗം എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നൊരു രോഗമാണ് ക്ഷയരോഗം. അപ്പോൾ എന്താണ് സാംക്രമിക രോഗം എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ്. അതേപോലെ എന്താണ്? ക്ഷയരോഗത്തിന് അതിൻ്റെ അണുവിനെ കണ്ടെത്തിയതാരാണ്? റോബർട്ട് കോച്ച് ആണ് ക്ഷയരോഗത്തിൻ്റെ അണുവിനെ കണ്ടെത്തിയത്. അതേപോലെ ക്ഷയരോഗത്തിന് പേര് നൽകിയത് JL ഷോൺലിൻ ആണ്. JL ഷോൺലിൻ. ഓക്കെ, ഈ ക്ഷയരോഗത്തിനെതിരെ എടുക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG വാക്സിൻ. BCG വാക്സിനാണ് നമ്മൾ കുട്ടികൾ ജനിച്ച ഉടനെ നൽകേണ്ട ഒരു കുത്തിവയ്പ്പാണ് എന്താ BCG എന്ന് പറയുന്നത്. അത് എന്തിനെതിരെയുള്ള വാക്സിനാണ്? ക്ഷയരോഗത്തിന്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട്? ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് എന്താ? ഡോട്ട്സ് എന്നുള്ളത് ക്ഷയരോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്. ഡോട്ട്സ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഇതാണ് സംഭവം. അതായത് 5 മരുന്നുകൾ ഒരൊറ്റ ഡോട്ട്സിലൂടെ എന്ത് ചെയ്യണം? 5 ഒരേ സമയമാണ് നൽകുന്നത്. ഇതിനെയാണ് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് എന്താ? ഡോട്ട്സിൽ എത്ര മരുന്നുകളാണ്? 5 മരുന്നുകളാണ് അറ്റ് എ ടൈം നമ്മൾ നൽകുന്നത്. അതിനെയാണ് മൾട്ടിപ്പിൾ ഡ്രഗ്സ് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന മറ്റൊരു അസുഖം എന്താണ്? നമ്മുടെ പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ് പൊണ്ണത്തടി, അല്ലേ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഭക്ഷണരീതിയും നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന ഒരു അസുഖമാണ് എന്താ? പൊണ്ണത്തടി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു കലകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വായുവിലൂടെ പകരുന്നൊരു രോഗം. ഡെങ്കിപ്പനി, എലിപ്പനി, കോളറ, ജലദോഷം. എന്താണ്? വായുവിലൂടെ പകരുന്നൊരു രോഗമാണ് ജലദോഷം. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. ആ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. എന്താണ്? ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. ഇവയിൽ ഏതൊക്കെയായിരിക്കും വായുവിലൂടെ പകരുന്നത്? അത് ക്ഷയം വായുവിലൂടെ പകരുന്നതാണ്. ചുമയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്? സ്വാഭാവികമായിട്ട് ക്ഷയം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ചുമയാണ് ക്ഷയത്തിൻ്റെ ഒരു വലിയൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ചുമയും അതേപോലെ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നുണ്ട്. പിന്നെയുള്ളത് എന്താണ്? ടൈഫോയിഡ് എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നൊരു രോഗമല്ല. പക്ഷേ ചിക്കൻ ബോക്സ് എന്താണ്? വായുവിലൂടെയാണ് പകരുന്നത്. എലിപ്പനിയൊക്കെ എന്താണ്? വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജലദോഷത്തെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പറയാനുണ്ട്? ജലദോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്നൊരു രോഗമാണ് ജലദോഷം. ജലദോഷത്തിന് രോഗകാരിയാണ് എന്താ? റൈനോ വൈറസ് ആണ് ജലദോഷത്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത്. ഇനി പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് എന്താണ്? അത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് പകർച്ചപ്പനിക്ക് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാരിസെല്ല റോസ്റ്റർ വൈറസ് എന്നതാണ് എന്ത് വരുന്നത്? ചിക്കൻ ബോക്സിനുള്ള കാരണമായ അണുബാധ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണിത്? കുട്ടികളിലാണ് സാധാരണ. ഈ ഒരു ഇടയ്ക്ക് നമുക്ക് ഞങ്ങളുടെ ഓഫീസുകളിലൊക്കെ ഫുള്ള് ചിക്കൻ ബോക്സിൻ്റെ ഒരു സീസണായിരുന്നു. ഒരാൾക്കങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് വരും. അതായത് ചിക്കൻ ബോക്സ് ഒരു ചെറിയൊരു പനിയായിരിക്കും. പിന്നെ എന്താണ്? ശരീരത്തിൻ്റെ അവിടങ്ങളിൽ ചെറിയ ചുവപ്പ് പാടുകളും ചൊറിച്ചിലൊക്കെ ആയിട്ട് തുടങ്ങി എന്താണ്? കുമിളകളൊക്കെ ഉണ്ടായി വരും. ഇതിനെയാണ് ഇത് ശരിക്കും ഒരു വൈറസ് രോഗമാണ്.
ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വായുവിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്. വസൂരിയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലില്ല. അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇവ ഇത്രയും എന്താണ്? മെയിനായിട്ട് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്താ? കുടിവെള്ളത്തിലൂടെ പകരുന്നൊരു രോഗമാണ് എന്താ? ടൈഫോയിഡ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് എന്താണ്? മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്നൊരു രോഗമാണ് ടൈഫോയിഡ്. എന്താണ് അതിന് കാരണക്കാരൻ? സാൽമൊണല്ല ടൈഫി. സാൽമൊണല്ല ടൈഫി എന്നൊരു ബാക്ടീരിയയാണ് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്. ടൈഫോയിഡ് അപ്പോൾ എന്തൊരു അസുഖമാണ്? അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ, അതായത് ഇപ്പോൾ രോഗബാധിതനായ ഒരാൾ ഉപയോഗിച്ച ബാത്റൂം, അതേപോലെ കൈകൾ കഴുകാതിരിക്കുക, ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെ ആ വ്യക്തി ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും നമ്മൾ മറ്റൊരാൾ ഉപയോഗിച്ചാലും, അതേപോലെ ചീത്ത ഭക്ഷണ സാധനങ്ങളും ചീത്ത വെള്ളം, അങ്ങനെയൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഡയറിയ. ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറിളക്കം. അപ്പോൾ ഇതെന്താണ്? കുടിവെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അസുഖമാണ്. ടൈഫോയിഡ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എന്താണ്? കോളറ. എയ്ഡ്സ് നമുക്കറിയാം. എയ്ഡ്സ് എങ്ങനെയാണ്? ശരീരദ്രവങ്ങളിലൂടെയോ രക്തത്തിലൂടെയോ ആണ് എയ്ഡ്സ് പകരുന്നത്. സോ 1, 2, 4 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1, 2 and 4. ജലജന്യരോഗം. ജലജന്യരോഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗം. ഇതിനെയാണ് ജലജന്യരോഗം എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണത്? നമ്മുടെ എലിപ്പനിയാണ്. എലിപ്പനി നമുക്കറിയാം. എലിപ്പനി പകരുന്നത് എന്താണ്? വെള്ളത്തിലൂടെയാണ്. സോ ഇതൊരു ജലജന്യ രോഗമാണ്. പിന്നെ ഏതാണുള്ളത്? ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപിക്കുന്നൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമോ വെള്ളമോ അടുത്തിടപഴകുന്നതിലെ കൂടിയാണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ജലജന്യ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ. അതായത് രോഗിയുടെ ശരീരദ്രവങ്ങളിലും വിസർജ്യത്തിനും ഒക്കെ എന്തുണ്ടാകും? വൈറസ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്? ജലത്തിലൂടെയാണ് മെയിനായിട്ട് പകരുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഭക്ഷണത്തിലൂടെയൊക്കെ. ഹെപ്പറ്റൈറ്റിസ് ഇ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ മലിനമായ ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിനെ ബാധിക്കുന്നൊരു അസുഖമാണ്. അതായത് പിന്നെന്താണ് അതിന് പറയാനുള്ളത്? നമ്മുടെ രക്തത്തിൽ നിന്നോ അതേപോലെ എന്തെങ്കിലും ശരീരസ്രവങ്ങളിൽ നിന്നൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ജലജന്യ രോഗം എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് സി, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയാണ്. ഓക്കെ, അതേപോലെ എലിപ്പനി പരത്തുന്നൊരു ജീവിയാണ് ഇത് എലിച്ചെള്ളെന്ന് പറയുന്നത്. എലിച്ചെള്ളാണ് എലിപ്പനിക്ക് കാരണമായ. അതേപോലെ അതിന് കാരണമായ ബാക്ടീരിയ എന്താണ്? രക്തലോമികൾ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് എന്താ? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ലെപ്റ്റോസ്പൈറ ഇക്റ്ററോഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇക്റ്ററോഹെമറേജിയ എന്നുള്ളതാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് നമ്മുടെ ജലത്തിലൂടെ പകരുന്ന മെയിനായിട്ട് വരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ ഒരു കോഡാണിത്. LDC പരീക്ഷ താജ് ഹോട്ടലിൽ. എന്താണ്? L എന്ന് പറയുമ്പോൾ എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി. D എന്ന് പറയുന്നത് ഡിസെൻട്രി അഥവാ വയറിളക്കം. C കോളറ. അതേപോലെ എന്താണ്? പരീക്ഷ ഇവിടെ എന്ത് വരും? പോളിയോ. പിന്നെ എന്താണ്? ടൈഫോയിഡ്, അമിയോബിയാസിസ് എന്ന് വെച്ചാൽ വയറുകടി. അതേപോലെ തന്നെ ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ്. ഇതൊക്കെ എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമാണ് എക്സെപ്ഷണൽ കേസ്. ബാക്കി എയും ഇയും എന്താണ്? ജലത്തിലൂടെ പകരുന്നതാണ്. ബി എന്ന് പറയുന്നത് ശരീരദ്രവങ്ങളിലൂടെ പകരുന്നതാണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം എന്താണ്? അതായത് വായുവിലൂടെ അല്ലാത്ത രോഗം, വായുവിലൂടെ പകർച്ചവ്യാധി അല്ലാത്തത് എന്താണ്? ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, ചിക്കൻ ബോക്സ്. ക്ഷയം നമ്മൾ പറഞ്ഞു വായുവിലൂടെയാണെന്ന് പറഞ്ഞു. ചിക്കൻ ബോക്സ് നമ്മൾ പറഞ്ഞു വായുവിലൂടെയാണെന്ന്. അപ്പോൾ എന്താണ് ഡിഫ്തീരിയ? ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതനായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഡിഫ്തീരിയ അഥവാ എന്താ പറയും? തൊണ്ടമുള്ളെന്നറിയപ്പെടുന്ന എന്താണ്? ഡിഫ്തീരിയയാണ്. ഓക്കെ, അതേപോലെ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ഇത് നമ്മൾ 10th
ബയോളജിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട് രോഗങ്ങളിൽ നിന്നും പറഞ്ഞല്ലോ, ആ ചാപ്റ്ററിൽ നല്ല വൃത്തിയായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ഇനി എന്താണ് കുഷ്ഠം? കുഷ്ഠം എന്ന് പറയുന്നത് എന്താണ്? ചർമ്മത്തിൽ അല്ലെ, വളരെ പഴക്കം ചെന്നൊരു അസുഖമാണ്. അതായത് നമ്മുടെ ചർമ്മത്തിൽ വരുന്നൊരു രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത്. മെയിനായിട്ട് ചർമ്മത്തെയാണ് അത് ബാധിക്കുന്നത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹാൻസെൻസ് രോഗം. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. അപ്പോൾ ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നതും എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വായുവിലൂടെ പകരാത്ത രോഗം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയയാണ്. എന്താണ് എയ്ഡ്സിന് കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കുന്നില്ല. എന്താണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം? HIV. എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നല്ലേ. അപ്പോൾ അതെന്തായിരിക്കും എയ്ഡ്സിന് കാരണമായത്? ഉറപ്പായിട്ടും നമുക്കറിയാം, അത് വൈറസുകളായിരിക്കും. ഓക്കെ, എയ്ഡ്സ് കേരളത്തിൽ ആദ്യം എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്നറിയാവോ? അത് പത്തനംതിട്ടയിലാണ് എയ്ഡ്സ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അതെവിടെയാണ്? തമിഴ്നാടാണ്. അതേപോലെ ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഓക്കെ, ഇനി എന്താണ് എയ്ഡ്സിനെ പറ്റി പറയാനുള്ളത്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നുള്ളതാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. HIV എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആരാണ് HIV വൈറസ് കണ്ടുപിടിച്ചത്? ലൂക്ക് മൊണ്ടാഗ്നിയർ ആണ് HIV വൈറസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇദ്ദേഹത്തിനും അതേപോലെ തന്നെ ആർക്കാണ്? ഫ്രാൻകോയിസ് ബാരിസി എന്നയാൾക്കും എന്ത് ലഭിച്ചത്? 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ പ്രൈസ് ലഭിച്ചത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. എന്തിനായിരുന്നു? HIV വൈറസ് കണ്ടുപിടിച്ചതിനായിരുന്നു. ഓക്കെ, ഇതിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒരു ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്ക് മൊണ്ടാഗ്നിയറിൻ്റെ കാര്യം. ഇദ്ദേഹം 2022 അന്തരിക്കുകയുണ്ടായി. അപ്പം നമുക്കതൊരു കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം. 2022 അന്തരിച്ച HIV വൈറസുമായി ബന്ധമുള്ളതായിരുന്ന അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം ഇദ്ദേഹം 2022 മരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം നമ്മുടെ ടോപ്പിക്കിൽ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ടോപ്പിക് ബേസ്ഡുമാണ് നമുക്ക് കറണ്ട് അഫെയർ വരുന്നത്. ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം, അതാണ് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം ശരിക്കും ബാധിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന ഏതൊരു രോഗാണുവിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അതൊരിക്കലും പുറത്തേക്ക് വിടില്ല, അത് അവിടെ പിടിച്ചു വയ്ക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ത് അസുഖം വന്നാലും അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും ഈ അസുഖം ഒരു പനി വന്നാൽ പോലും നമുക്ക് വിട്ടുമാറാതെ വന്നതാണ് അത് മിക്കവർക്കും എന്താണ്? മരണത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി കറണ്ട് അഫെയർ പറഞ്ഞുതരാം. 2023 എയ്ഡ്സ് ഡേ എന്നാണ് ഡിസംബർ 1 എയ്ഡ്സ് ഡേ. എൻ്റെ ഒരു ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു December 1. സോ എല്ലാ പ്രാവശ്യവും നമുക്കിതിങ്ങനെ എയ്ഡ്സ് ഡേ ആണ് അല്ലെങ്കിൽ എപ്പോഴും അതൊരു നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാ കൊല്ലവും ഞാൻ പഠിച്ച കാലം മുതൽ ഞാൻ ഇന്ന് വരെ ആ ടീച്ചറെ വിളിച്ച് വിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ 2023 December 1 ലോക എയ്ഡ്സ് ദിനം. ഓക്കെ, അതിൻ്റെ പ്രമേയം എന്താണ്? ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഇതാണ് 2023 പ്രമേയം. ഇനി 2022 പ്രമേയം എന്താണ്? തുല്യമാക്കുക എന്നുള്ളതാണ്. ഇക്വലൈസ് എന്നുള്ളതാണ് 2023 പ്രമേയം. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യമാണ് ഇത്? ദക്ഷിണാഫ്രിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അമേരിക്കയിലാണ് ആദ്യം കണ്ടെത്തിയത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും അത് തമിഴ്നാടാണ്. കേരളത്തിലേക്ക് വരുമ്പോഴേക്കും അതെവിടെയാണ്? നമ്മുടെ പത്തനംതിട്ടയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? ഏതാണ്? എയ്ഡ്സ് അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഒരു റെഡ് റിബൺ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതാണ് എയ്ഡ്സിൻ്റെ അടയാളം എന്ന് പറയുന്നത്. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു റെഡ് റിബൺ നമ്മൾ
വെച്ചിരിക്കുന്നത്. ഈ റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണെന്നറിയാവോ? അതാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന വ്യക്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതേപോലെ തന്നെ 1988 മുതലാണ് എന്ത് സംഭവിക്കുന്നത്? 88 ഡിസംബർ 1 മുതലാണ് ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതേപോലെ നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെക്ഷലി ആണല്ലേ. അപ്പോൾ അതേപോലെ കുറച്ച് രോഗങ്ങളാണ് എന്ത്? ഗൊണേറിയ എന്ന് പറയുന്നതും എന്താണ്? ഈ ഒരു ശരീരദ്രവങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്നൊരു രോഗമാണ്. പിന്നെയുള്ളതാണ് സിഫിലിസ്, പിന്നെയുള്ളതാണ് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, ഗൊണേറിയ, സിഫിലിസ്. ഇത് മൂന്നും എന്താണ്? ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു കരൾ സംബന്ധ രോഗമാണ്. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മെയിനായിട്ട് വ്യാപിക്കുന്നത് മലിനജലത്തിലൂടെയാണ്. രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. അതായത് ശരിക്കും എന്താണ്? ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ അവസ്ഥയാണ് അല്ലേ? അതായത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കമാണ്. അത് ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ കണ്ണിലും നഖത്തിലും ഒക്കെ എന്ത് സംഭവിക്കുന്ന ഒരു കടും മഞ്ഞ നിറം. അതായിരിക്കും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ശരിക്കും 5 തരത്തിലെ വൈറസാണുള്ളത്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അതേപോലെ ഇ എന്ന് പറയുന്ന 5 ടൈപ്പ് വൈറസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടത്തിൽപ്പെടാത്തത്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ത് വരും? ഫൈലേറിയൽ വിരകൾ എന്തിനു കാരണമാകുന്നതാണ്? മന്തിന് കാരണമാകുന്നതാണ് ഫൈലേറിയൽ വിരകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്തതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളത്? ടാറ്റു ചെയ്യുന്നതിലൂടെ പകരാൻ സാധ്യതയുള്ള ഏതൊക്കെയായിരിക്കാം? ഹെപ്പറ്റൈറ്റിസ് ബിയും HIV ആയിരിക്കും. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി. കാര്യം എന്താണ്? ഇവ രണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ത് വഴിയൊക്കെ ആയിരിക്കാം? രക്തത്തിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ശരീരദ്രവങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എയ്ഡ്സും. അപ്പോൾ ഒരാൾ കുത്തിവെച്ച് സൂചി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളതിനെ ക്ലീൻ ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ആളിലേക്ക് വെക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? പെട്ടെന്ന് ആ രോഗം പടരാനായിട്ട് റീസൺ ആകുന്നുണ്ട്. ഇനി എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നു. മുറിവുണ്ടായിക്കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഒരാൾക്ക് കയ്യിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ബ്ലഡ് ക്ലോട്ടാകും. പ്രോത്രോംബിൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ പ്രോസസ്സ് ഒന്നും ഇവർക്ക് നടക്കില്ല. അതായത് ഒരു കുഞ്ഞ് മുറിവ് വന്നാൽ പോലും എന്ത് സംഭവിക്കും? രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ അസുഖമാണ് ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാജകീയ രോഗം എന്നറിയപ്പെടുന്നു. എന്നാണ് ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17. അതേപോലെ തന്നെ എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന X ക്രോമസോമിലെ ജീനിൽ വരുന്ന തകരാറുകൾ കാരണമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതെങ്ങനെയൊക്കെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതൊരു പാരമ്പര്യ രോഗമാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട്. അതായത് സ്ത്രീകളിൽ നിന്ന് ആൺമക്കളിലേക്കാണ് കൂടുതലായിട്ട് ഈ രോഗം പടരുന്നത്. ഓക്കെ, ഇതേപോലെ പാരമ്പര്യ രോഗങ്ങളുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ചില അസുഖങ്ങളുണ്ട്. ഇപ്പം അമ്മയ്ക്കുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കിട്ടും. നമ്മൾ പറയത്തില്ല ഇത് പാരമ്പര്യമാണ്, പ്രമേഹമുണ്ട്, അത് പാരമ്പര്യമാണ്, അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും വരുമെന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഹീമോഫീലിയ, ഇതൊരു പാരമ്പര്യ രോഗമാണ്, പാരമ്പര്യ ജനിതക രോഗമാണ് ഹീമോഫീലിയ. പിന്നെയുള്ളതാണ് സിക്കിൾ സെൽ അനീമിയ. നമ്മുടെ ശരീരത്തിലെ അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞു വരുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. പിന്നെയുള്ളതാണ് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത, ഇതാണ് എന്ത്? ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നത്. കാരണം എന്താണ്? നമ്മുടെ ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്ന അസുഖമാണെന്ത്? അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ള അസുഖമാണ് പ്രമേഹം. ഇവയ്ക്ക് എന്താണ്? നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്ത്, അതായത് ജനിതകമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്താ? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്. നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 1ഉമല്ല. എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്? 2ഉം എന്താണ്? അവിടെ ആൻസർ ഉണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉം എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നൊരു രോഗമാണ്. മറ്റൊരു അസുഖമാണ് എന്ത്? കുരങ്ങുപനി. ഓക്കെ, കുരങ്ങുപനി. അതേപോലെ ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂലക്സ് പെൺകൊതുകുകൾ വരുത്തുന്ന രോഗമാണ്
എന്തെന്ന് പറയുന്നത്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നിപ്പ നമ്മൾ പറഞ്ഞ് നിപ്പ വൈറസ് ഒത്തിരി പ്രശ്നം ഉണ്ടായതാണെന്നല്ലേ. നിപ്പ വൈറസ് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തു. അതേപോലെ ആരായിരുന്നു? ലിനി പുതുശ്ശേരി. നിപ്പ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണെന്ത്? ലിനി പുതുശ്ശേരി. ആരായിരുന്നു? ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ചൊരു മലയാളി നഴ്സായിരുന്നു. കാര്യം നിപ്പ ബാധിതരെ നോക്കിയെന്നതിൻ്റെ ഇതിൽ ഈ അസുഖം തന്നെ വന്ന് മരിച്ചൊരു നഴ്സാണ് ലിനി പുതുശ്ശേരി അല്ലേ. അപ്പോൾ എന്താ, ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച ഒരു മലയാളി നഴ്സാണ് ലിനി പുതുശ്ശേരി എന്ന് പറയുന്നത്. എന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തത്? 2018 മെയ് 19 നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 19. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമെന്ത്? കറണ്ട് അഫെയർ ആണ്. ഏതാണ് അത്? മങ്കി പോക്സ് ആണ്. എംപോക്സ് എന്ന പേര് മാറ്റാൻ WHO തീരുമാനിച്ച രോഗമാണ് എന്ത്? മങ്കി പോക്സ്. എംപോക്സ് അഥവാ മങ്കി പോക്സ്. ഇത് കുരങ്ങുപനി പടർത്തുന്ന ആരാണ്? വൈറസുകളാണ് കുരങ്ങുപനി പടർത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ മങ്കി പോക്സ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊല്ലത്തായിരുന്നു മങ്കി പോക്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമെന്ത്? ഈച്ച മുഖേന പകരുന്നൊരു രോഗമാണെന്ത്? കോളറ. അതായത് മലിനമായ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഒക്കെ പോയിരിക്കുന്ന ഈച്ച എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അത് നമ്മുടെ ഫുഡിലും ഒക്കെ വന്നിരുന്നിട്ടാണ് പെട്ടെന്ന് കോളറ സ്പ്രെഡ് ആകുന്നത്. കോളറയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? അത് വിബ്രിയോ കോളറ. അതാണ് ആ രോഗകാരിയുടെ പേരാണ് വിബ്രിയോ കോളറ. കോളറ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കോളറ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? കൊതുകിൻ്റെ മുട്ട വിരിയാനായിട്ട് 8 ദിവസം മതി. ഓക്കെ, അതായത് 2 ആഴ്ച വരെ ഉള്ളൂ. നമ്മുടെ കൊതുകിൻ്റെ ആയുസ് എന്ന് പറയുന്നതും 2 ആഴ്ച വരെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഏതെല്ലാമായിരിക്കും? മലേറിയ എന്താണ്? കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. മന്തും എന്താണ്? കൊതുക് പരത്തുന്നതാണ്. സിക്ക വൈറസും. ഇത് 3ഉം എന്താണ്? കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. മലേറിയ, മന്തുരോഗം, സിക്ക വൈറസ് എന്നിവ. സോ 1, 2, 3 ശരിയാണ്. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണെന്ന്? മന്തുരോഗം പരത്തുന്ന കൊതുക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ക്യൂലക്സ് കൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത്. ക്യൂലക്സ് പെൺകൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത്. ക്യൂലക്സ് പെൺകൊതുകുകൾ. മന്തുരോഗത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മന്തുരോഗമാണ്. ഈ മന്തിന് കാരണമായ വിര എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈലേറിയൽ വിരയാണ് മന്തിന് കാരണമായത്. ഫൈലേറിയൽ വിര. ഓക്കെ, മന്ത് ബാധിക്കുന്നത് ശരിക്കും നമ്മുടെ ലിംഫ് ഗ്രാഹികളെയാണ് മന്ത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് കാലെന്ത് ചെയ്യുന്നത്? വീർത്തൊക്കെ വരത്തില്ലേ? അതല്ലേ മന്തെന്ന് പറയുന്നത്. എന്നാണ് ദേശീയ മന്തുരോഗ ദിനം എന്ന് പറയുന്നത്? നവംബർ 11. എന്നാണ് പ്രമേഹ ദിനം? അത് നവംബർ 14. ഓക്കെ, ദേശീയ മന്തുരോഗ ദിനം എന്ന് പറയുന്നത് നവംബർ 11. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനമേത്? സിക്ക വൈറസ് ആണെങ്കിൽ അത് ഈഡിസ് ആണ്. ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസിന് കാരണമായത്. താഴെ പറയുന്നവയിൽ ഏതാണ് കൊതുകുകൾ മുഖേന അല്ലാത്ത പകരുന്ന രോഗമെന്ത്? കൊതുകുകൾ മുഖേന അല്ലാത്തത് കുഷ്ഠം, അതേപോലെ തന്നെ കോളറ നമ്മൾ പറഞ്ഞു എന്താണ്? മലിനമായ ജലത്തിലൂടെയാണ്. മലമ്പനിയും മന്തൊക്കെ എന്താണ്? കൊതുക് വഴി പകരുന്നതാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അല്ലാത്ത രോഗമാണ്. ഇവിടെ നോക്കിയൊക്കെ ഈ 2, 4 എന്നൊരു ആൻസർ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ചാടി വീഴാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. പക്ഷേ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മലേറിയയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഇത് രണ്ടും എന്താണ്? ശരിയായ ഇതാണ്. മലേറിയയുടെ രോഗാണുവാണ് എന്ത്? പ്ലാസ്മോഡിയം. രണ്ടും എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ്. അതാണ്
നമ്മുടെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പിരം എന്നൊക്കെ പറയും. മലമ്പനിക്ക് കാരണമായ രോഗാണു. അപ്പോൾ ഇതെന്താണ് പ്രസ്താവന? എയും ബിയും ശരിയാണ്. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. മലമ്പനിക്ക് കാരണമായ രോഗാണു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്രോട്ടസോവയാണ് മലമ്പനിക്ക് കാരണമായ രോഗാണു. മലമ്പനിയുടെ ആതിഥേയ ജീവി എന്നറിയപ്പെടുന്നത് മനുഷ്യനാണ്. ഓക്കെ, മനുഷ്യരിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടം എന്ന് പറയുന്നത്, അണുബാധ അത് സ്പ്രെഡ് ആകുന്നൊരു ഘട്ടമാണ് എന്ത്? സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടമാണ് എന്ത്? സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത്. ഇനി മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? നമ്മളിപ്പോൾ ക്യൂലെക്സ് പറഞ്ഞു, അതേപോലെ ഈഡിസ് പറഞ്ഞു. സിക്ക വൈറസ് ആണെങ്കിൽ ഈഡിസ് വരും. അതേപോലെ മലേറിയ പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഈ മലേറിയ അറിയപ്പെടുന്ന മറ്റു കുറച്ച് പേരുകളുണ്ട്. എന്തൊക്കെയാണത്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടും. അതേപോലെ ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ മലേറിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലേറിയ രോഗാണു ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? ഇതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? സ്പോറോസോയിറ്റ്. ഇത് ആ അണുബാധ സ്പ്രെഡാകുന്ന ഘട്ടമാണ് എന്താ? സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓൾ ഇന്ത്യ മലേറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നറിയോ? ഓൾ ഇന്ത്യ മലേറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ മലേറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ. ക്യുനൈൻ എന്ന് പറഞ്ഞാൽ മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി. ഏറ്റവും മാരകമായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഏതായിരുന്നു അത്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും മാരകമായിട്ടുള്ളത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. ലോക മലമ്പനി ദിനം എന്നാണ്? ലോക മലമ്പനി ദിനം അത് ഏപ്രിൽ 25 ലോക മലമ്പനി ദിനം. അതേപോലെ ലോക കൊതുക് ദിനം എന്നാണ്? ലോക കൊതുക് ദിനം അത് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു എന്ന് പറയുന്നത് ആൽഫ വൈറസ് ആണ്. പഠിച്ചു വെച്ചോ. എന്താണ് ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്? ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ടാൻസാനിയ. ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം? അത് വളഞ്ഞു നിൽക്കുക എന്നതാണ്. ഈഡിസ് ഈജിപ്റ്റി, അതേപോലെ ഈഡിസ് അൽബോപിക്കറ്റ്സ്, 2 തരത്തിലാണ് ഉള്ള കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പടർത്തുന്നത്. അതേപോലെ ചിക്കൻ ഗുനിയ പരത്തുന്നത് ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ്. എന്ത് പരത്തുന്നത്? ചിക്കൻ ഗുനിയ പരത്തുന്നത്. ചിക്കൻ ഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 മുതൽ 12 വരെയാണ്. ഇനി കേരളത്തിൽ എവിടെയാണ് ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? അത് ഒളവണ്ണ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിൽ 2006 കേരളത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താ റെനോ വൈറസ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ജലദോഷത്തിന് കിട്ടുന്നതാണ് എന്ത്? റെനോ വൈറസ് എന്ന് പറയുന്നത്, ജലദോഷം പടർത്തുന്നത്. ഇനി DN1 വൈറസ് എന്ന് പറയുന്നത് ഡെങ്കു വൈറസ് ആണ്. അത് പ്രധാനമായിട്ടും 4 ഉണ്ട്. 1, 2, 3, 4 DNV 1, 2, 3, 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബയോളജിയുടെ രോഗാണു എന്ന ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. 1, 2 വീഡിയോയും കൂടി പെട്ടെന്ന് ചെയ്തു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്